പാപമൃത്യുശാപ ഘോരപീഡയാൽ മനമുരുകും മധ്യസേകിട പാപമൃത്യുശാപ ഘോരപീഡയാൽ മനമുരുകും മധ്യസേകിട അധ്വാനിക്കുന്നു ഭാരം ഭാഗിപ്പോ യേശുവിൻ്റെ അധ്വാനിക്കുന്നു ഭാരം ഭാഗിപ്പോ യേശുവിൻ്റെ പാതേ ചേരുക ആശ്രയിക്കും പാറ രക്ഷയിൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തനെന്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കൈപിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കൈപിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കൈപിടിച്ചു ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കൈപിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യം ശബ്ദമായി ശക്തിയോടെ ശ്രേഷ്ഠൻ ക്രിസ്തു പവർ 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 ദൈവശക്തി ദൈവശക്തി നിങ്ങളുടെ മേൽ ദൈവശക്തി നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദിവ്യ ശക്തി നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ ഓരോ ആളുകളുടെ മേലും ഓരോ ആളുകളുടെ ഉള്ളിലും ആമേൻ കത്തുക 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 തീയിൽ കത്തുക സ്വർഗത്തിലെ തീയിൽ കത്തുക ആമേൻ ദിവ്യ തീയിൽ കത്തുക ദൈവ പൈതലേ കത്തുക ആമേൻ 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 ഉള്ളു കത്തട്ടെ ഉള്ളു അഗ്നിയിൽ കത്തട്ടെ ഉള്ളു ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീയിൽ കത്തട്ടെ കത്തട്ടെ ഓ നന്ദി 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 അപ്പാ നന്ദി 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 യേശപ്പാ നന്ദി 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 ദൈവം അരുളി ചെയ്യണം ഞങ്ങൾ കേൾക്കുന്നു യേശു നാമത്തിൽ നല്ല പിതാവേ ആമേൻ. സംഗീതം 84:5 Psalm 84:5 സങ്കീർത്തനം 84:5 ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഉമ്മിലെ ബലൻ കൊള്ളുകിற മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ബലം ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man whose strength is God. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. മക്കൾക്ക് ജനകൻ ബലം, മക്കൾക്ക് അപ്പൻ ബലം ജീവിച്ചിരിക്കുന്ന നാൾ വരെ. ആമേൻ.
ഭാര്യയ്ക്ക് ഭർത്താവ് ബലം, ജീവിച്ചിരിക്കുന്ന നാൾ വരെ. ഒരു പൗരന് ഭരണകർത്താവ് ബലം, ജീവിച്ചിരിക്കുന്ന നാൾ വരെ. എന്നാളും ജീവിച്ചിരിക്കുന്ന ഒരുവൻ നമുക്ക് ഉണ്ട്. ആമേൻ. എബ്രായർ 7:25 ലേഖനകർത്താവ് എഴുതുന്നു, സദാ ജീവിച്ചിരിക്കുന്ന ക്രിസ്തു, God who liveth everlasting. ഇന്ന് ഇരുന്ന് നാളെ കാണാതെ പോകുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എബ്രായർ 7:25 സദാ ജീവിച്ചിരിക്കുന്നവൻ, സദാ ജീവിച്ചിരിക്കുന്നവൻ, അവൻ നമുക്ക് നിത്യ ബലം. ബലം ഈ സദാ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൽ ബലം ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. മരണപര്യന്തം പാളയത്തിന് പുറത്ത് കുഷ്ഠം വന്നാൽ രാജാ പോലും, even if he is a king, if he is a leprous man, he should be segregated and thrown out of camp. പിതാക്കന്മാരോട് കൂടെ അവന് കല്ലറ കിട്ടുകയില്ല. സ്വന്തം ഭാര്യ അടുത്തു വരാൻ കഴിയുകയില്ല. മക്കൾ അകന്ന് നിൽക്കണം. ഞാൻ തീട്ട്, ഞാൻ അശുദ്ധൻ വിളിച്ചുകൊണ്ടേ ചാകണം. അങ്ങനെ ഉള്ള ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. മത്തായി 8:3 യേശു അവനെ തൊട്ട് അവന് സൗഖ്യം നൽകി. 18 ആണ്ടുകാലം ബന്ധന പിശാസിന്റെ പിടിയിൽ ഇരുന്ന ഒരു സ്ത്രീ പിശാസ് മുഖാന്തരം കൂനി കൂനി കൂനി, പക്ഷെ അവൾ ആലയം വിട്ടില്ല. ലൂക്കോസ് 13:13 അവളെയും യേശു തൊട്ട് പേ മാറി അവൾ നിവർന്ന്. യേശു തൊട്ട എല്ലാവർക്കും സൗഖ്യം. ലൂക്കോസ് 8:44 12 ആണ്ടുകാലം രക്തസ്രവം കൊണ്ട് വലഞ്ഞ സ്ത്രീ സമ്പാദ്യമൊക്കെയും ഡാക്ടർമാർക്ക് കൊടുത്തിട്ടും ഒരു പ്രയോജനമില്ലാതെ യേശുവിൻ്റെ പുറകിൽ വന്ന് വസ്ത്രത്തിൻ്റെ അറ്റം അവൾ തൊട്ട്, അവൾക്കും സൗഖ്യം. The prolonged exceeding bleeding, the Bible records, it stopped. ഉടനെ നിന്ന് യേശുവിനെ തൊട്ടവർക്ക് സൗഖ്യം, യേശു തൊട്ടവർക്കും സൗഖ്യം. നമ്പർ 1. രണ്ടാമത്, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 10 ആളുകൾ, 10 കുഷ്ഠരോഗികൾ, 9 പേർ യഹൂദന്മാർ, ഒരുവൻ സമരിയക്കാരൻ. ലൂക്കോസ് സുവിശേഷം 17:13 അകലെ നിന്ന് നിലവിളിച്ചു, ദാവീദ് പുത്ര കരുണ ഉണ്ടാകണമേ. They stood aloof and cried. അകലെ നിന്ന് നിലവിളിച്ചു. അവിടെ യേശു തൊട്ട്, അല്ലെങ്കിൽ അവർ യേശുവിനെ തൊട്ട്, ഇവിടെ അകലെ നിന്ന് നിലവിളിച്ചു. 10 പേർക്കും അപ്പോൾ തന്നെ സൗഖ്യം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 4:47 ദുഷ്ടൻ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു. 10 ആളുകൾ അകലെ നിന്ന് കരഞ്ഞ് ഇവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ച് അവനും അവൻ്റെ മകനും ഉടനെ ശപിക്കാം, ഉടനെ ശപിക്കാം. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 11:32 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞ്, യജമാൻ
ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. യജമാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. ഒരുവൻ യേശുവിനെ തൊട്ട്, അല്ലെങ്കിൽ യേശു ഒരുവനെ തൊട്ട്, ചില ആളുകൾ അകലേ നിന്ന് നിലവിളിച്ച്, ഒരുവൻ അടുക്കൽ വന്ന് കരഞ്ഞ്, ഒരാൾ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണ് കരഞ്ഞ്, ഉടനെ മരിച്ച് നാറി ബന്ധന കയറിലിരുന്ന് ലാസർ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ പുറകിൽ ഉള്ള ഒരു മർമ്മം നിങ്ങൾക്കറിയാമോ? നാം ആരാധിക്കുന്ന ദൈവം 10 ദേവന്മാരിൽ ഒരുവനല്ല, ഏക സത്യ ദൈവം. ബലവാൻ, സർവബലവാൻ. ഉൽപ്പത്തി 18:14, ജെരമ്യ 32:17, ജെരമ്യ 32:27, ലൂക്കോസ് സുവിശേഷം 1:37 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇവന് കഴിയാത്തത് ഒന്നും തന്നെ ഇല്ല. സർവബലവാൻ, സർവബലശാലി, all powerful, all powerful. ഐസയ്യാ പ്രവാചകൻ മരണവാറണ്ടുമായി ഹിസ്കിയാ രാജാവിൻ്റെ പാലസിലെത്തിയപ്പോൾ അവിടെ നടന്ന സംഭവം നമുക്കറിയാം. ഒരു സെക്കൻഡിൽ അവൻ്റെ മരണവാറണ്ടും മാറി, കുഷ്ഠമും അല്ലെങ്കിൽ ക്യാൻസറും ദൈവം മാറ്റിക്കൊടുത്ത്. ഹിസ്കിയാ ചോദിക്കും, ബൈ വിച്ച് ഐ നോ, എതിനാൽ ഞാൻ അറിയും? എനിക്ക് 15 ആണ്ടുകൾ ആയുസ് കൂട്ടിത്തന്നു എന്നും എൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ കുഷ്ഠം മാറിയെന്നും എതിനാൽ അറിയും? അവനൊരു അടയാളം ദൈവം തന്ന്. യോബ് എഴുതിയല്ലോ, ഈ ഭൂതലം, ഈ ഭൂമി ദൈവം അന്തരംഗത്തിൽ തൊങ്ങവിട്ടിരിക്കുന്ന 26:7 യോബ്. The whole earth, the Bible records, hangs on nothing. ഈ സർവഭൂതലം, ഭൂമി അന്തരംഗത്തിൽ, ശൂന്യതയിൽ, നാസ്തിത്വത്തിൽ അവൻ തൊങ്ങവിട്ടിരിക്കുന്ന ആ ഭൂമിയെ ഈ ഒറ്റ മനുഷ്യന്റെ യാചന മുഖാന്തരം ദൈവം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 രാജാക്കന്മാർ 20:11 ഐസയ്യാ പ്രവചനം 39:8 ദൈവം ഇവന് വേണ്ടി ഈ ഭൂമിയെ 10 അടി പിന്നോട്ട് തിരിക്കിയതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദൈവത്തെ നീ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആമേൻ. പലയിടങ്ങളിലും ചവിട്ടി നടക്കുന്ന ആളുകളാണ് ചിലരെങ്കിലും നിങ്ങൾ. ഇതുപോലൊരു ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? ബലവാനായ ദൈവം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ ദൈവത്തിൽ ബലം വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ, ഹല്ലേലൂയ. ഐസയ്യാ 9:6 വീരനാം ദൈവം, വീരനാം ദൈവം, ഈ ദൈവം വീരനാം ദൈവം, അൽമൈറ്റി ഗാഡ്. ലൂക്കോസ് സുവിശേഷം 1:49 ശക്തനായവൻ, ഈ ദൈവം ശക്തനായവൻ, മൈറ്റി വൺ. 1 തിമോത്തിയോസ് 6:15 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഇവൻ ധന്യനായ ഏകാധിപതി. ആമേൻ. ഏകാധിപതി, the only potentate God. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യൗവനക്കാരൻ്റെ യുവത്വം അവന് ബലം. സദസ്സവാക്യം 20:29 ഒരു മനുഷ്യന്റെ പൗരത്വം
அப்போஸ்தல பிரவர்த்திகள் 22:3, அப்போஸ்தல பிரவர்த்திகள் 22:8 ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠതയേറിയ പൗരത്വം അവന് ബലം, അല്ലെങ്കിൽ പഠിത്തം അവന് ബലം. സദൃശവാക്യം 21:31 നമ്മ പഠിപ്പിക്കുന്ന യുദ്ധത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന കുതിര രാജാവിന് ബലം. 1 രാജാക്കന്മാർ 19:8 ഭക്ഷണവും പാനീയവും നമ്മുടെ ശരീരത്തിന് ബലം. പക്ഷേ യഹോവയിൽ നീ വച്ചിരിക്കുന്ന, യഹോവയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന സന്തോഷമോ നാം എല്ലാവർക്കും ബലം. ആമേൻ. നെഗേമിയ 8:10 യഹോവയിങ്കൽ സന്തോഷം നിങ്ങളുടെ ബലമല്ലോ. ആമേൻ. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന്, ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് നീ വന്നിരിക്കുന്നുവോ, ഈ ദൈവം വലിയ ദൈവമാണ്. ആമേൻ. എന്നെ അനുഗ്രഹിച്ചവൻ, എനിക്ക് പുഷ്ടി തന്നവൻ, എന്നെ ഉയർത്തിയവൻ, എനിക്ക് ഗവൺമെൻറ് ജോലി തന്നവൻ, എനിക്ക് ആരോഗ്യം തന്നവൻ, എൻ്റെ മരണക്കെട്ടുകളെ പൊട്ടിച്ചവൻ, 25 ആണ്ടും ഒരു ആഴ്ചയും മക്കളില്ലാതെ ഹോപ്പ്ലെസ്സായി കൈവിടപ്പെട്ട എനിക്ക് ഒരു മകന് തന്ന് മാനിച്ച് നിർത്തിയിരിക്കുന്നവൻ നിന്നെ കൈവിടുമോ? നിന്നെ കൈവിടുമോ? അവൻ നമ്മുടെ ബലം. ആമേൻ. ഹല്ലേലൂയ. ഈ ബലത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സങ്കീർത്തനം 33:9 തമിഴ് വസനം പ്രമാദം വളരെ ഷാർട്ട് ആൻഡ് സ്വീറ്റായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദേവൻ சொல்ல அது ஆகும். ஆமென். അവർ சொல்ல அது ஆகும். അവൻ അരുളി ചെയ്ത് അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ അർത്ഥം അവൻ്റെ അരുളപ്പാടാണ് സകല ബലത്തിൻ്റെയും ഉറവിടം. അവൻ്റെ വാക്കുകളാണ് സർവബലത്തിൻ്റെയും ഉറവിടം. മനസ്സിലായോ? ദൈവവചനമാണ് സകല ബലത്തിൻ്റെയും ഉറവിടം. അവർ சொல்ல അത് ആകും. കാരണം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 2 തിമോഥെയോസ് 3:16 2 പത്രോസ് 1:21 ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കും മനുഷ്യൻ എഴുതി വെച്ചതല്ല. Every single word the Bible records was recorded and written by the inspiration of God's Holy Spirit. ദൈവാത്മാവിന്റെ പ്രേരണയിൽ എഴുതപ്പെട്ട വാക്കുകളാണ്. ആകയാൽ വചനം ദൈവബലത്തിന്റെ ഉറവിടം. ആകയാൽ വെളിപ്പാട് പുസ്തകം 1:3 നമ്മ പഠിപ്പിക്കുന്ന ഇത് കേൾക്കുന്നവൻ സുന്ദർ സിംഗിന്റെ മതപ്രഭാഷണമല്ല, ദൈവശബ്ദം എന്നുള്ള ദിവ്യവചനം കേൾക്കുന്നവൻ ഭാഗ്യവാൻ. അതിനെ കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. കേട്ട് വിട്ടുവിടാതെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. ബലം ദൈവത്തിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവബലത്തിന്റെ ഉറവിടമായ ദൈവവചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ആമേൻ. ഹല്ലേലൂയ. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുടും
നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ നീടുക ആഴലേറും. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആമേൻ. കൈകളെ ബലമായി തട്ടി വാ തുറക്കണം, വാ തുറക്കണം. കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, 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 ആമേൻ. മറുപൂം പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മറുപോ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുടോ നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര നീടുക ആഴലേറും. അഗ്നി, 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 സ്വർഗത്തിലെ അഗ്നി. പിതാവിന്റെ വലതുഭാഗത്തിൽ നിനക്ക് വേണ്ടി ഇരുന്ന് കരയുന്ന, നിലവിളിക്കുന്ന, മധ്യസ്ഥ നടത്തുന്ന യേശു കർത്താവിന്റെ അഗ്നി, പരിശുദ്ധ ആത്മാവാം ദൈവം എന്നുള്ള അഗ്നി നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ മരണ ചിന്ത വിട്ടുമാറുന്നു. യേശ്, ചില ആളുകളെ ഇങ്ങനെ ബന്ധിച്ചു വച്ചിരിക്കുന്ന മരണചിന്ത, നിരാശയുടെ ചിന്ത, നാടുവിടണമെന്നുള്ള ചിന്ത, ആത്മഹത്യ ചെയ്താൽ എന്ത് എന്നുള്ള ചിന്ത ഇപ്പോൾ വിട്ടുമാറുന്നു. നേശം, നേശം നിങ്ങളെ ബന്ധിച്ചു വച്ചിരുന്ന ആത്മഹത്യ കരട് പൊട്ടുന്നുടാ, പൊട്ടുന്നുടാ, പൊട്ടുന്നുടാ. ആരാണി പ്രസന്ന? യുവർ നെയിം ഈസ് ഗുഡ് ബട്ട് യുവർ തോട്ട് ഈസ് ബാഡ്. മരിച്ചാൽ മതിയെന്ന് നിലവിളിക്കുന്ന പ്രസന്ന, കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്ന്, തൊടുന്ന്. തങ്കു എന്ന് വിളിക്കപ്പെടുന്ന കഠിനാധ്വാനി, നിങ്ങളുടെ അസ്ഥിരോഗം ഇപ്പോൾ വിട്ടുമാറുന്നതാ. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു, അഭിഷേക മഴ വ്യാപരിക്കുന്നു എല്ലാ ആളുകളിലും. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ വിളിച്ചവനോന്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവനോന്മയുള്ളോൻ കണ്ണീൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാതെയവേ താങ്ങി നടത്തിടുമ്പോ കരത്ത ആഴലേറും ജീവിതമറുപിൽ നീ രുഹയോ സഗജേ. ആഴലേറും വീടമറുപിൽ നീ രുഹയോ ഇനി സഗജേ. ദൈവത്തിൽ ബലം വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവബലത്തിന്റെ ഉറവിടമായ നിത്യ ജീവന്റെ വചനത്തിൽ ആശ വച്ച് അത് കേൾക്കുന്നവൻ, അത് കേൾപ്പിക്കുന്നവൻ, അത് അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. മൂന്നാമത് ജെരമ്യ 17:7 യഹോവയിൽ ആശ്രയിക്കുകയും
ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും യേശു തന്നെ ആശ്രയമായിരിക്കുകയും. രണ്ടാം ശനിയാഴ്ച രാവിലെ യേശു 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 ഇവിടം വിട്ട് ഇറങ്ങിയാൽ എവിടെ ഒരു ക്ഷേത്രമുണ്ട്, എവിടെ ഒരു മന്ത്രവാദി ഉണ്ട്, എവിടെ ഒരു കൈനോട്ടുകാരനുണ്ട്, ഇന്ന് കറങ്ങി അടിച്ച് ശാപക്കെട്ടുകളുമായി എത്തിയിരിക്കുന്ന അനേകർ ഈ കൂട്ടത്തിലുണ്ട്. പേര് സഹിതം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ഗണ്യം നിമിത്തം ഞാൻ ചെയ്യുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോകട്ടെ. ഇനിയെങ്കിലും ഈ ദൈവത്തെ നീ മറക്കരുത്, മറക്കരുത്, മറക്കരുതേ. യഹോവ തന്നെ, ആമേൻ, ക്രിസ്തു യേശു തന്നെ ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ദൈവത്തിൽ നീ ആശ്രയം വയ്ക്കും മുമ്പ് ഈ ദൈവം ആർ എന്ന് നീ അറിഞ്ഞിരിക്കണം. സന്തോഷമാണോ? നീ ദൈവത്തിൽ നിന്റെ ആശ്രയം വയ്ക്കും മുമ്പ് ഈ ദൈവം ആർ? 2000 ആണ്ടുകൾക്ക് മുമ്പ് സാക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും നിന്ന് പ്രസംഗം ചെയ്ത മാർസ് ഹില്ലിൽ, ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസ് പട്ടണത്തിന്റെ മാർസ് ഹില്ലിൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലനും എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ നാമം പ്രഘോഷിച്ചപ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവിടെ എങ്ങും വിഗ്രഹങ്ങൾ, കല്ലുകൾ, മനുഷ്യൻ നിർമ്മിച്ചു വെച്ച വിഗ്രഹങ്ങൾ. ഓരോ വിഗ്രഹത്തിലും ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഇറ്റ് ഈസ് എൻ ആൾട്ടർ. ഇംഗ്ലീഷ് ബൈബിൾ സേസ് ഇറ്റ് ഈസ് എൻ ആൾട്ടർ. വേദിക്കല്ല് എന്ന് മലയാള ബൈബിളിൽ ഉണ്ട്. ഇഷ്ടംപോലെ വേദിക്കല്ലുകൾ, ഇഷ്ടംപോലെ ദേവി ദേവന്മാർ, ഇഷ്ടംപോലെ വിഗ്രഹ കല്ലുകൾ. ഇങ്ങനെ ഓരോ വേദിക്കല്ലിലും ഓരോ ദേവന്മാരുടെ പേരും വച്ചിരിക്കുന്നത് പൗലോസ് കണ്ടപ്പോൾ അപ്പോസ്തലർ 17:26 ഉള്ളിൽ ചൂട് പിടിച്ച് ദൈവത്തെ കണ്ട് അറിഞ്ഞ് സംസാരിച്ച് തൊട്ട് അനുഭവത്തിൽ നിൽക്കുന്ന പൗലോസിന് അത് കാഷ്വലായി വിടുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ ഉണ്ടാക്കി വെച്ച് കുമ്പിടുന്ന ആളുകളെയും വിഗ്രഹങ്ങളെയും കണ്ടപ്പോൾ പൗലോസിന്റെ ഉള്ളിൽ ചൂട് പിടിച്ചു. He saw another altar by name, superscribed by name, unknown God. ഒരു വേദിക്കല്ലവൻ കണ്ട് അതിൽ പേര് ഒന്നുമില്ല. അപ്പോസ്തലർ 17:23 അതിൽ എഴുതിയിരിക്കുന്ന അഞ്ഞാണ്ട ദേവൻ, അഞ്ഞാണ്ട ദേവൻ. അപ്പോസ്തലർ 17:23 അറിയപ്പെടാത്ത ദൈവം, അറിയപ്പെടാത്ത ദൈവം. അങ്ങനെ ഒരു ദൈവമുണ്ടോ? പൗലോസ് അതിന് മറുപടിയായി തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 1:12 എഴുതുന്നു, എന്നെ വിളിച്ചിരിക്കുന്നവൻ, എന്നെ വേർതിരിച്ചവൻ, എന്നെ വീണ്ടെടുത്തവൻ, എന്നെ തന്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നവൻ ആർ എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. എന്നെ സൗഖ്യമാക്കിയവൻ, എന്നെ മാനിച്ചവൻ, എന്നെ കഴുകിയവൻ, എന്നെ ഉയർത്തിയവൻ ആർ? ഐ നോ whom I have believed. അഞ്ഞാണ്ട ദൈവം എന്നൊരു ദൈവം ഇല്ല. ഐ നോ ഹിം. ആകയാൽ സഹോദരങ്ങളെ, ഈ ദൈവത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് വേണം. ആമേൻ, ആമേൻ. പലതിനെയും ചുറ്റിക്കറങ്ങി ഉമ്മ വെച്ച് കാണിക്കയും നൂലും കെട്ടി
നാശത്തിലേക്ക് യാത്ര ചെയ്ത് ഇവിടെ ഒരു മണിക്കൂർ വന്ന് തണൽ വന്നിരുന്നിട്ട് പോയി ഒന്നും കിട്ടാതെ നരകത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. റിട്ടേൺ ബാക്ക്, ഒറിജിനൽ ദൈവത്തിലേക്ക് മടങ്ങി വാ. നിന്നെ നിർമ്മിച്ചവനിലേക്ക് മടങ്ങി വാ. ഈ ദൈവത്തെ അറിയണം. ആശ്രയിക്കും മുമ്പ് ഈ ദൈവത്തെ നീ അറിയണം. ആമേൻ. എങ്ങനെ അറിയുവാൻ? സങ്കീർത്തനക്കാരൻ എഴുതുന്നു 86:10 ദൈവമേ നീ മാത്രം ദൈവം എന്ന് ഞാൻ അറിയുന്നു. ഒന്ന് വാ തുറക്കുമോ? പറയുമോ? യേശുവേ, യേശുവേ അങ്ങ് മാത്രം ദൈവം എന്ന് ഞാൻ അറിയുന്നു. അറിയണം, അങ്ങനെ അറിയണം, അങ്ങനെ അറിയണം. അപ്പോസ്തലർ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല ക്രിസ്തുവിന്റെ നാമം ഒഴികെ എന്ന് നീ അറിയണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ മഴ വർഷിപ്പിച്ചവൻ, യേശുവിൻ നാമത്തിൽ തീ ഇറക്കിയവൻ, അവസാനം പൊതുജനമധ്യേ പ്രവാചകൻ എലീജ ഒരു ചോദ്യം ചോദിക്കുന്നു. ഹൗ ലോങ് വിൽ യു ബി ലിവിംഗ് വിത്ത് ടു ഒപ്പീനിയൻസ്? 1 രാജാക്കന്മാർ 18:21. ബൈബിൾ തുറന്ന് എടുക്കുക, അനങ്ങ இருக்கരുது. 1 ராஜாக்கன்மார் 18:21 தமிழ் வேதாகமம் சொல்லுகிறது, நீங்கள் எவ்வளவு நாள், வேதம் சொல்லுகிறது 2 நினைவுகளில் குந்தி குந்தி நடப்பீர்கள். எத்தனை நாள் നിങ്ങൾക്ക് 2 அப்பன்மாർ? എത്ര നാൾ നിങ്ങൾക്ക് 2 അപ്പന്മാർ? നേരെ ചൊവ്വേ കുടുംബം പോകണമെങ്കിൽ അവിടെ ഒരു അപ്പനേ പാടുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. எவ்வளவு நாள் 2 நினைவுகளில் நீங்கள் குந்தி குந்தி நடப்பீர்கள்? How long you have 2 opinion? எத்தனை நாள் 2 தோணியில் கால் வைக்கும்? അപകടം ക്രിസ്തു തന്നെ. ദൈവമേ നീ മാത്രം ദൈവമാകുന്നു. അങ്ങനെ ഈ ദൈവത്തെ നീ അറിയണം. ഹല്ലേലൂയ. ഇവൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലൻ 3:14 ജീവന്റെ ആദർ, ജീവനായകൻ യേശു, ജീവനായകൻ നമ്പർ 1. അപ്പോസ്തലൻ 3:14. 2 എബ്രായർ 12:2 ഇവൻ വിശ്വാസത്തിന്റെ നായകൻ, ജീവന്റെ നായകൻ, വിശ്വാസത്തിന്റെ നായകൻ. വെളിപ്പാട് പുസ്തകം 1-7 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നായകൻ. അവസാനം 1 കൊരിന്ത്യർ 8 വചനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സർവത്തിന്റെയും നായകൻ ഇവൻ. സർവത്തിന്റെയും. അതുകൊണ്ട് ഇവൻ അറിയാതെ, ഇവൻ അനുവദിക്കാതെ ഒരു ഉത്സവവും നിനക്ക് വേണ്ട. നീ ശരിക്കും യേശുവിന് പിടികൊടുത്ത ആളായാൽ പൂക്കളമല്ല അതിൽ വച്ചിരിക്കുന്നത്, മലരല്ല മലമാണ്. ദൈവത്തിന് പിടികൊടുത്താട്ടെ. നിനക്കവൻ ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ ജീവൻ വേണമോ? നിനക്ക് ഒറ്റ ഉത്സവമേ ഉള്ളു. എൻ്റെ അപ്പൻ 2000 ആണ്ടുകൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി നിന്റെ സകല ആഗ്രഹവും അനുയായവും തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് ക്രൂസിൽ അവൻ ചെയ്തു തീർത്ത ഒറ്റ
ഒറ്റ ഉത്സവം. റബ്ബ റബ ലഞ്ജന ശാലദ റഗ്ഗ. ആമേൻ. വിശ്വാസത്തിന്റെ നായകൻ, പ്രപഞ്ചത്തിന്റെ നായകൻ, നിന്റെ ജീവന്റെ നായകൻ, സർവത്തിന്റെയും നായകൻ. ആ കൊരിന്ത്യർ ലേഖനം ആ അധ്യായത്തിൽ തന്നെ 1 കൊരിന്ത്യർ 8-4-5 വചനത്തിൽ തന്നെ പൗലോസ് അത് വ്യക്തമാക്കുന്നു. അവർക്ക് പല എണ്ണം ദൈവങ്ങളുണ്ട്, നിനക്ക് ഒന്നേ ഉള്ളു. ആമേൻ. ഹല്ലേലൂയ. ഇവനെ നീ അറിയണം, ഏകനെന്ന് അറിയണം. രണ്ടാമത്, ആശ്രയിക്കാം കൊള്ളാവുന്ന ദൈവം എന്ന് നീ അറിയണം. ആമേൻ. He is trustworthy. He is trustworthy. Jesus is trustworthy. സങ്കീർത്തനം 145:13. ദൈവമേ, നിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വം, ഇന്നിരുന്ന് നാളെ ഒഴുകിപ്പോകുന്നതല്ല. കർത്താവിൻ്റെ രാജ്യത്വം നിത്യ രാജ്യത്വം. ആബ്രഹാമിൽ നിന്ന് 14ാമത്തെ തലമുറ ദാവീദിൻ്റെ കുടുംബം. ആ ദാവീദിൻ്റെ വംശത്തിൽ വന്ന രക്ഷിതാവാം ക്രിസ്തു. ആബ്രഹാമിൽ നിന്ന് 3ാമത്തെ തലമുറ യാക്കോബിന്റെ ഗോത്രം. ബിലയാം പ്രവാചകൻ ദർശനത്തിൽ പ്രവചിക്കുന്ന സംഖ്യ 24:17 I see a star is coming out of Jacob. യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം, യേശു എന്നുള്ള ഉദയ നക്ഷത്രം ഉദിച്ചു വരുന്നത് ഞാൻ കാണുന്നു. യാക്കോബ് എന്നുള്ള ഉദയ നക്ഷത്രത്തിൽ നിന്ന് that authority jumped into the fourth son by name Judah. ഉൽപ്പത്തി പുസ്തകം 49-10-11 വചനങ്ങളിൽ 4ാമത്തെ മകൻ യൂദയുടെ കയ്യിൽ നിത്യ ചെങ്കോൽ യാക്കോബ് നൽകുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 5:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തു യേശു യഹൂദ ഗോത്രത്ത് സിംഹം. One who is holding the everlasting scepter. നിത്യ ചെങ്കോൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന യഹൂദ ഗോത്രത്ത് സിംഹം ക്രിസ്തു. ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒറ്റ ഒരു കർത്താവ് ക്രിസ്തു യേശു. ട്രസ്റ്റ്വർത്തി. 145:13 നിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വം, നിന്റെ ആധിപത്യം തലമുറ. നമ്മുടെ അയൽ രാജ്യം ബംഗ്ലാദേശ്. ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര പിതാവ്, ഫൗണ്ടിങ് പ്രസിഡന്റ് ബംഗ്ലാദേശ് ഫാദർ മുജീബർ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ഷേഖ് ഹസീന, the longest ever ruled over a country. 22 വർഷം ദീർഘനാൾ. അദ്ദേഹത്തിന് ശേഷം രണ്ട് പീരീഡായി 22 വർഷം ബംഗ്ലാദേശിനെ ഭരിച്ച പവർഫുൾ ലേഡി. 2 മാസത്തിന് മുമ്പ് അവിടെ കലഹം പൊട്ടിപ്പുറപ്പെടുവിച്ച് ആർമി ജനറൽ വന്ന് പറഞ്ഞ്, മാഡം ഇറ്റ് ഈസ് ഡേഞ്ചർ. രാഷ്ട്രം സ്ഥാപിച്ചത് ആ മേഡത്തിൻ്റെ അപ്പനാണ് മുജീബർ റഹ്മാൻ. അതിനുശേഷം ഏകദേശം 1/4 നൂറ്റാണ്ട് ഭരിച്ചു തീർത്തത് ഈ മേഡമാണ്. കലഹം പൊട്ടിപ്പുറപ്പെടുവിച്ച് ആർമി ജനറൽ പറഞ്ഞ് 3 മണിക്കൂർ സമയം തരാം, 3 ഒഴിഞ്ഞ സുക്കേസും തരാം. സാരിയോ പാവാടയോ ലിപ്സ്റ്റിക്കോ മുട്ടുകുത്തിയോ റിങ്ങോ ചെരുപ്പോ ഈ 3 സുക്കേസിൽ കൊള്ളുന്നത് വാരി നിറച്ചോ ഓടിക്കോ. ആർക്ക്? രാഷ്ട്രം സ്ഥാപിച്ച അപ്പൻ്റെ മോൾ
ഏകദേശം 1/4 നൂറ്റാണ്ട് പ്രൈം മിനിസ്റ്ററായി ഇരുന്ന് ഭരിച്ച ദ മോസ്റ്റ് പവർഫുൾ ലേഡി 3 മണിക്കൂർ ഓടിക്കൊള്ളാൻ പറഞ്ഞു. അമേരിക്ക പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട, UK പറഞ്ഞ് മാഡം ഇങ്ങോട്ട് വരേണ്ട, EI-കാരൻ പോലും പറഞ്ഞ് മാഡം ഇങ്ങോട്ട് വരരുതേ. അവസാനം നമ്മുടെ ഡൽഹിയിലുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ രാജ്യത്വവും വീഴും, പെട്ടെന്ന് ഒരു നാളും വീഴാത്ത, നിന്നെ കൊണ്ട് ആശ്രയിക്കാൻ കൊള്ളുന്ന ഒറ്റ രാജ്യത്വം ക്രിസ്തു യേശു മാത്രം. പലതിനെയും മുറുകെ പിടിക്കുന്നത്. സിസ്റ്റർ അഞ്ജു പലതിനെയും വെച്ച് നടക്കുന്നവളെ, ധനുജ പല അന്ധകാരത്തെയും വെച്ച് നടക്കുന്നവളെ, ആശ പലതിനെയും വെച്ച് നടക്കുന്നവളെ, ഒരേ ഒരു മാർഗം, ഈ ദൈവത്തെ ദൈവമെന്ന് തിരിച്ചറിയുക. ആമേൻ. തിരിച്ചറിയുക. ഇവൻ മാത്രം ദൈവം എന്ന് നീ തിരിച്ചറിയുക. ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ ഏകൻ എന്ന് ഇവന് തിരിച്ചറിയുക. ഇവൻ ബോസ്ക്ക് പറയാത്തവൻ. ആമേൻ. അത് ബിലയാം എഴുതുന്നു. ഇവൻ സംഖ്യ 23:19 God is not the man to lie. பொய் பேச தேவன் மனுஷன் அல்லவே. பொய் பேச மனுஷன் தெய்வம் மனுஷன் அல்லவே. போஸ்க்கு പറയുവാൻ ഇവൻ ഒരു മനുഷ്യനല്ല, ഇവൻ ദൈവമാണ്. കള്ളമേ പറയാത്തവൻ. സത്യം. ഇവന്റെ പേര് സത്യം. രണ്ടാമത് ആവർത്തനം 9:27, ജോഷുവ 21:45 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇവൻ പറഞ്ഞ വാക്ക് മാറത്തില്ല. ആമേൻ. ബോസ്ക്ക് പറയാത്തവൻ 1, 2, ഇവൻ പറഞ്ഞ വാക്ക് മാറുകയേയില്ല. മനുഷ്യൻ പറയും, പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് പറയും, പറഞ്ഞായിരിക്കാം, അത് അപ്പ പറഞ്ഞ്, ഇപ്പോഴത്തേക്കല്ല അപ്പ പറഞ്ഞ് എന്ന് പറയും. ഈ ദൈവം ഒരിക്കലും ബോസ്ക്ക് പറയുകയില്ല, വാക്ക് മാറ്റത്തില്ല. നീ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ഇച്ഛപ്രകാരം പ്രാർത്ഥിച്ച് അവൻ്റെ പാദത്തിൽ നീ കെട്ടിപ്പിടിച്ചാൽ നിനക്ക് ഒന്നിനും നോ പറയത്തേയില്ല. ആമേൻ. ആമേൻ. 1 യോഹന്നാൻ 5:14 അവന്റെ ആഗ്രഹപ്രകാരം നീ എന്തെങ്കിലും യാചിച്ചിട്ട് അവന്റെ അടുക്കൽ വന്നാൽ, മകനെ മകളെ നിനക്കത് ഇല്ല എന്ന് ഒരു നാളും പറയുകയേ ഇല്ല. അതുകൊണ്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നേ, സഹോദരങ്ങളെ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ദൈവം. ആമേൻ. 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 ബൈബിളിൽ പഴയ നിയമഭാഗത്ത് 1 സാമുവേൽ 14 അധ്യായത്തിൽ ഒരു സംഭവം, ഒറ്റ മനുഷ്യൻ, രാജ്യം ഭരിക്കുന്ന സൗൽ രാജാവിന്റെ പുത്രൻ ജോനഥാൻ, ഒറ്റ മനുഷ്യൻ. അവന്റെ കൂടെ നിഴൽ പോലെ ഒരു ആയുധവാഹനനുണ്ട്. ഈ ഒറ്റ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടത് ഒരു പട്ടാളത്തിന് നേരെ, അഗൈൻസ്റ്റ് എ പവർഫുൾ മിലിറ്ററി, അഗൈൻസ്റ്റ് എ പവർഫുൾ ആർമി. ഈ ഒറ്റ മനുഷ്യൻ രാജകുമാരൻ ഇറങ്ങി പുറപ്പെട്ടത്, എന്നെ ശ്രദ്ധിക്കണം, ഒരു പട്ടാളത്തിന് എതിരായി. വലിയ കപ്പൽ. യാക്കോബ് ലേഖനം 3:4, വലിയ കപ്പൽ. ആ വലിയ ഭീമമായ കപ്പലിനെ നിയന്ത്രിക്കുന്നത് കൊടുങ്കാറ്റ്. വലിയ കപ്പൽ ഭയങ്കര കൊടുങ്കാറ്റിൽ നിയന്ത്രിക്കപ്പെടുന്നു. അതിന്
ദിക്കിനെ മാറ്റി തിരിക്കുവാൻ ഒരു അമരക്കാരന്റെ ഒരു കൊച്ചു ചുക്കാൻ മതി. ആമേൻ. നീ ജാതിയിൽ ചെറിയ ആളോ, നിനക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ലയോ, പഠിത്തമൊന്നുമില്ലയോ, സ്വത്തില്ലയോ, വീടില്ലയോ, മക്കളില്ലയോ, കൂട്ടും ഒന്നും ഇല്ലയോ, ദൈവം ഉണ്ട്, അത് പോരെ. കർത്താവ് നിനക്ക് ഉണ്ട്. വലിയ കൊടുങ്കാറ്റ്, വലിയ കപ്പൽ, വലിയ അമരക്കാരൻ. ആ കപ്പലിനെ തിക്ക് മാറ്റുവാൻ അമരക്കാരന്റെ ഒരു കൊച്ചു ചുക്കാൻ മതി. വലിയ പട്ടാളത്തെ ജയിക്കുവാൻ ഒരു കൊച്ചു രാജകുമാരൻ പുറപ്പെട്ടു കഴിഞ്ഞ്, ഒരു വലിയ പ്രാപ്തൻ അവന്റെ മുമ്പിൽ ആയുധവാഹനനുണ്ട്, അവന്റെ തലയിൽ ശിരസ്ത്രമുണ്ട്, കോട്ടുണ്ട്, സർവ സജ്ജീകരണമുണ്ട്, ദാവീദിനേക്കാൾ 1.5 മടങ്ങ് പൊക്കമുണ്ട്. പക്ഷെ ദാവീദിന്റെ കയ്യിലുള്ള 5 കല്ലുകളല്ല, ഒറ്റ ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അവന്റെ നെറ്റിക്ക് കൊണ്ടുകന്നല്ല, അവൻ ഒരു കൊച്ചു മിനസമുള്ള കല്ലെടുത്ത് അവന്റെ നെറ്റിക്ക് തന്നെ എറിഞ്ഞ്. ആമേൻ. നിനക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ബലവാനെ ലജ്ജിക്കുവാൻ ബലഹീനനെ തിരഞ്ഞെടുക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈ പുൽപ്പിറ്റിൽ സുന്ദർ സിംഗ് നിൽക്കുന്നത്. ഇന്ന് നിന്ന് നാളെ ഇരിക്കുന്നതല്ല, 40 ആണ്ടുകളായി കർത്താവ് നിർത്തിയിരിക്കുന്നത്. ആമേൻ. ബലവാനെ ലജ്ജിക്കുവാൻ ബലഹീനനെ തിരഞ്ഞെടുക്കുന്ന ദൈവം. 1 കൊരിന്ത്യർ 1:27 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. തന്റെ കൂടെ വന്ന ആയുധവാഹകനോട് ശൗലിന്റെ മകൻ ജോനത്താൻ പറയും, മകനെ, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 1 സാമുവേൽ 14:6. നമ്മുടെ വലിയ ദൈവം ഈ കൊച്ചു മനുഷ്യന് വേണ്ടി, അവിടെ 1, 2, 3 വചനങ്ങൾ വായിക്കണം. 1 സാമുവേൽ 14, 1, 2, 3. പോകുന്ന കാര്യം, ദേശം ഭരിക്കുന്നത്, ദേശത്തിന്റെ രാജാ സ്വന്തം അപ്പനെങ്കിലും രാജാവിനോട് ഇവൻ പറഞ്ഞില്ല ദാനം. ഇവൻ രാജകുമാരനാണ്, സഹായിക്കാൻ പട്ടാളം 600 പേരുണ്ട്, അവരോടും ഇവൻ പറഞ്ഞില്ല ദാനം. ഇവന് നന്മ കരുതി ചുറ്റും പൊതുജനമുണ്ട്. 1 സാമുവേൽ 14:1, 1 സാമുവേൽ 14:2, 1 സാമുവേൽ 14:3. അവരോടും ഇവൻ പറഞ്ഞില്ല ദാനം. ബലവാന് ലജ്ജിപ്പിക്കുവാൻ ബലഹീനനെ തിരഞ്ഞെടുക്കുന്ന സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ കൊണ്ട് അവരോട് പറഞ്ഞിട്ട് ഇവൻ പുറപ്പെട്ട് പോയി നിന്നപ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭൂമി കുലുങ്ങി, ശത്രു പട്ടാളം വിറച്ചു. ഇത് വെറും പ്രസംഗത്തിനുള്ളതല്ല, നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അനീതി ആയുധമാക്കി ഉറക്കം കെടുത്തുന്ന അനേക ശത്രുക്കളിന് ചുറ്റുമുണ്ടോ? കോടതി ഏറി ഇറങ്ങിയിട്ട് നീതി ലഭിക്കാത്ത കേസുകൾ നിന്റെ മുമ്പിലുണ്ടോ? അപ്പോയിൻമെന്റ് ഓർഡറായി, ട്രാൻസ്ഫറായി, അത് എനിക്ക് വരേണ്ടത് തട്ടിക്കൊണ്ടുപോയോ? ഈ ദൈവം വിടത്തില്ല മകളെ, നിന്നെ അനുഗ്രഹിച്ച് തന്നെ മകനെ വിടുകയുള്ളൂ. ജോനത്താന്റെ ദൈവം നമ്മുടെ ദൈവം, യോബിന്റെ ദൈവം നമ്മുടെ ദൈവം, ആബ്രഹാമിന്റെ ദൈവം എൻ്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം എൻ്റെ ദൈവം, ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം എൻ്റെ ദൈവം, പൗലോസിന്റെ ദൈവം എൻ്റെ ദൈവം, തിമോത്തിയുടെ ദൈവം എൻ്റെ ദൈവം. ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവൻ ഈ ഭൂമിയിലുള്ള ഏവനേക്കാളും ഇവൻ വലിയവൻ.
1 யோഹன்னான் 4:4. ആമേൻ, ആമേൻ. ആശ്രയം എന്നാൽ എന്താണ്? ഒരു ധൃതി ആളുകൾക്ക്, ധൃതിയല്ല, സഹിഷ്ണുതയാണ് ആശ്രയം. ആമേൻ. പേഷ്യന്റ്. ബി പേഷ്യന്റ് ഇൻ സ്പിരിറ്റ്. ബി പേഷ്യന്റ്. അതാണ് ആശ്രയം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 9:10 ആ വചനം നന്നാ അറിഞ്ഞിരിക്കണമേ. ഈ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. അതാണ് ആശ്രയം. ഈ ദൈവത്തെ നീ അന്വേഷിച്ചു വന്നിട്ടുണ്ടോ? മറ്റതൊക്കെ വിടണം. ഇത് ഉത്തരത്തിലുള്ളത് കിട്ടുക വേണം, കക്ഷത്തിലും ഇങ്ങനെ പിടിച്ചോളും. പരിപാടി ഇനി നടക്കത്തില്ല. നിനക്ക് ഉത്തരത്തിലുള്ളത് എടുക്കണമെങ്കിൽ കക്ഷത്തിലുള്ളത് താഴെ വീഴ്ത്തിയേ പറ്റത്തുള്ളൂ. നെളിയരുത്, ഇരുന്ന് വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. ഇനി ഇവിടെ എനിക്ക് പറ്റത്തില്ലേ എന്ന് ഉള്ളു പറയുന്ന അനേകരുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ പറ്റത്തില്ല, അവിടെ പോയാൽ മതിയായിരുന്നു, ഇവിടെ ഇത് ഭയങ്കര ചൂടാണല്ലോ എന്ന് പറയുന്ന ഉള്ളിൽ ഉള്ള സർപ്പത്തെ ദൈവം എനിക്ക് തന്ന അധികാരത്തിൽ ഇപ്പോൾ എടുത്ത് 4 മുറിക്കുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം, ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം, ആളുകൾക്ക് സ്വാതന്ത്ര്യം, വിടുതൽ. നിന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. പുറപ്പെട്ടോളാം അബ്രഹാമോട് പറഞ്ഞു. അവൻ മാത്രമല്ല പുറപ്പെട്ടത്, രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടു. ഉൽപ്പത്തി 22:8 the Bible says Abraham walked with Isaac. രണ്ടുപേരും ഒരുമിച്ച് നടന്ന്, ഞാനും എൻ്റെ ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. ആബ്രഹാമേ, നീ ഒറ്റയ്ക്ക് ആണോ വരാമെന്ന് പറഞ്ഞത്? തമിഴ് ബൈബിൾ എന്നെ പഠിപ്പിച്ച് അല്ല, തിരുമ്പി വരുവേൻ എന്നല്ല, തിരുമ്പി വരുവോം. മനസ്സിലായോ? ഞാൻ മാത്രമല്ല വരുന്നത്, എൻ്റെ മകനും കൂടെ വരും. കാരണം ഈ ദൈവത്തെ ഞാൻ അന്വേഷിച്ച് ഇറങ്ങി, എന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അതാണ് ആശ്രയം. അന്വേഷിച്ചവന് ഉപേക്ഷിക്കാത്ത ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കത്തിയെടുത്തു ഓങ്ങിയപ്പോൾ അവൻ്റെ പുറകിൽ ഒരു ആട്ടുകുട്ടൻ നിൽക്കുന്നത് അവൻ കണ്ട്. ആമേൻ. നീ ഇവൻ അന്വേഷിച്ച് പുറപ്പെട്ടുവോ? അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഒരു രോഗത്തിന് സൗഖ്യമുണ്ട്, ഒരു ബന്ധനത്തിന് വിടുതലുണ്ട്, ഒരു താഴ്ചയ്ക്ക് ഉയർച്ച ഉണ്ട്. നിന്നെ കൈവിടുകയേയില്ല. അവൻ വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ ഇവനെ തന്നെ സേവിക്കും. ആമേൻ. അവിടെയാണ് അത്ഭുതം. ദാനിയേൽ പ്രവചനം 3:16 നിങ്ങൾ ആർ വിടുവിക്കും കാണട്ടെ. ഞങ്ങൾ സേവിക്കുന്നവൻ, ഞങ്ങൾ ആരാധിക്കുന്നവൻ യേശു ഞങ്ങളെ വിടുവിക്കും. അവൻ വിടുവിച്ചില്ല എങ്കിലും ഇവൻ മതി. ദാനിയേൽ 3:16. അപ്പോഴാണ് ആ ഫർണസ് 7 വട്ടം ചൂട് പിടിപ്പിക്കപ്പെട്ട് ഭക്തന്മാർ 3 പേരെയും തീയിലിട്ട ആളുകൾ ഭസ്മമായി. ദാനിയേൽ പ്രവചനം 3:27 ആ 3 പേരും 7 വട്ടം ചൂട് കയറ്റപ്പെട്ട് ഫർണസിൽ അവർ കരിഞ്ഞില്ല. സമ്മതിച്ചു.
മറ്റവർ കരഞ്ഞു, കൊണ്ടിട്ട പട്ടാളം കരഞ്ഞ്. ഈ 3 പേരും കരഞ്ഞില്ല, സമ്മതിച്ച്. രണ്ടാമത് കാൽ ചട്ട, അവരുടെ ഉടുപ്പ് തീയിൽ കേടുപാടേ പറ്റിയില്ല. പട്ടാളത്തിൻ്റെ ഉടുപ്പ് ഭസ്മമായി, ഇവിടെ ഉടുപ്പ് കേടുപാട് പറ്റിയില്ല, സമ്മതിച്ച്. അതിലല്ല കാര്യം. മൂന്നാമതൊരു കാര്യം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തീയുടെ മണം പോലും ഇവര് തട്ടിയില്ല. കൈകളെ തട്ടണം. ആമേൻ, 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 ഹല്ലേലൂയ. ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന നല്ല ദൈവം ക്രിസ്തു യേശു. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. ഇപ്പോഴവ എന്ന് കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. അവസാനം സങ്കീർത്തനം 33:12 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും മതി. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, ജനം ഭാഗ്യമുള്ളത്. ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി ദൈവമായി ഉള്ള ജനം ഭാഗ്യമുള്ളത്. കാരണം ഇവന് നീ അല്ല തിരഞ്ഞെടുത്തത്, അവനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. മനസ്സിലായോ? നീ അവിടെ തേടിപ്പോയതല്ല. എവിടെ ഉണ്ട് പൂജാരി? എവിടെ ഉണ്ട് മന്ത്രവാദി? എവിടെ ഉണ്ട് മായാജാലം? എവിടെ ഉണ്ട് ഓണം? നീ ഇവന് തേടി പോയതല്ല, അവൻ നിന്നെ തേടി വന്നതാണ്. യോഹന്നാൻ 15:16 കർത്താവ് സ്പഷ്ടമാക്കുന്നു, നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്, മക്കളെ ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിന്? ഒന്ന്, നാം ദൈവത്തിൻ്റെ അവകാശിയാകുവാൻ. ആമേൻ. സങ്കീർത്തനം 33:12 നാം ദൈവത്തിൻ്റെ അവകാശിയാകുവാൻ. 2 ആവർത്തനം 7:6 നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുവാൻ. മൂന്നാമത് സങ്കീർത്തനം 65:4 ദൈവം നമ്മെ തന്നോട് അടുപ്പിക്കുവാൻ. മനസ്സിലായോ? ആമേൻ. അവൻ്റെ അവകാശമാകുവാൻ, അവൻ്റെ സ്വന്തമാകുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ. സങ്കീർത്തനം 65:4 നാലാമത് ഭയങ്കരം, ആലയത്തിലെ പുഷ്ടി നീ രുചിപ്പാൻ. സങ്കീർത്തനം 36:8 ആലയത്തിലെ പുഷ്ടി കൊണ്ട് തൃപ്തി. To satisfy you with the fatness of temple, with the fatness of congregation.
ആലയത്തിലെ പുഷ്ടി കൊണ്ട് നിനക്ക് തൃപ്തി നൽകുവാൻ. ആലയത്തിലെ പുഷ്ടി, ആലയത്തിലെ പുഷ്ടി. ഒന്ന് സ്തുതി. സ്തുതി നമ്മുടെ ആലയങ്ങളിലെ, ക്രിസ്തുവിൻ്റെ ആലയത്തിലെ സ്തുതി കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്ന് സ്തുതി മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. രണ്ട് വചന വ്യാഖ്യാനം. ആമേൻ. മൂന്ന്, നീ ആലയത്തിലെ പോകുമ്പോൾ നീ ചട്ടമ്പിയാണോ, ഗ്രൂപ്പ് ലീഡറാണോ, ഗുണ്ടായുസത്തിൻ്റെ നേതാവാണോ, തട്ടിപ്പ് വീരനാണോ എന്ന് വ്യാഖ്യാനമുണ്ടാകും. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആലയത്തിലെ പുഷ്ടി കൊണ്ട് നിന്നെ തൃപ്തിയാക്കുവാൻ ദൈവം നിന്നെ തൻ്റെ അവകാശമായി, സ്വന്തം ജാതിയായി അടുപ്പിക്കുന്ന ഒരു ജാതിയായി ദൈവം നിന്നെ തിരഞ്ഞെടുത്ത്. ഒന്ന് സ്തുതി. എന്തിനു സ്തുതിക്കണം? എന്തിനു സ്തുതിക്കണം? ഓണമായി നല്ല ചോറ് കിട്ടും. അത് വായില പോയില്ല തന്നെ അത് പുറത്തു പോകും. നീ സ്തുതിക്കേണ്ടത് നീ കണ്ണുകൊണ്ട് കാണുന്നതിന് അല്ല. വീടിനും കൂടിനും ചിട്ടിയും ലോട്ടറി ചീട്ടും കള്ളും രാഷ്ട്രീയവും ഇടപാടുകളും ജാതിയും നമ്മുടെ പാർട്ടിയും നമ്മുടെ ഗ്രൂപ്പും അതിനല്ല നീ സ്തുതിക്കേണ്ടത്. നമ്പർ 1 ദൈവജനം സ്തുതിക്കേണ്ടത്. സങ്കീർത്തനക്കാരൻ എഴുതുന്ന 3:5 ഞാൻ കിടന്നുറങ്ങി എൻ്റെ ദൈവം താങ്ങുകയാൽ ഞാൻ ഉണർന്ന്. എത്രയോ രാജാക്കന്മാർ ഇന്ന് ഉണർന്നില്ല. എത്രയോ മന്ത്രിമാർ കിടക്കാൻ പോയവർ ഉണർന്നില്ല. എത്രയോ IAS IPS ഡോക്ടർമാർ, വലിയ ആളുകൾ ഉണർന്നില്ല. ഞാൻ ഉറങ്ങാൻ കിടന്ന് ദൈവം എന്നെ പൊന്നുപോലെ കാത്തുകൊള്ളുകയാൽ ഞാൻ ഉണർന്ന്. ഉറക്കം മരണമാണ്. അവൻ ഉണർത്തിയാലേ നീ ഉണരുകയുള്ളൂ. കൈകളെ തട്ടണം. അതിനായി നീ സ്തുതിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 25-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവ് ജീവനും പ്രാണനും എല്ലാം നൽകിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഇത് 3 മറക്കല്ലേ ദൈവമക്കൾ, മറക്കരുത്. ജീവനും പ്രാണനും എല്ലാവർക്കും എല്ലാം ജീവൻ. അവൻ ജീവന്റെ നായകൻ. ആദി മനുഷ്യൻ ആദാമിനെ സൃഷ്ടിക്കും മുമ്പ് പിന്നിലല്ല, തൊട്ടു മുമ്പ് ഉൽപ്പത്തി 1:11 എൻ്റെ സ്നേഹസ്വരൂപനായ ദൈവം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മരങ്ങളും സസ്യങ്ങളും മുളച്ചു വരട്ടെ. എന്തിന്? മരം വെട്ടാനോ? മരങ്ങളും സസ്യങ്ങളും മുളച്ചു വരട്ടെ. തിയറി ഓഫ് ഫോട്ടോസിന്തസിസ് രേഖപ്പെടുത്തുന്നു. ഈ മരമും സസ്യമും പച്ചയിലയും ദൈവം ആദ്യം സൃഷ്ടിച്ച സൂര്യന്റെ വെളിച്ചമും രണ്ടും ചേരുമ്പോൾ അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഓക്സിജൻ. ഈ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇല, ശിഖരം, മരം, സസ്യം, all these plants breathe in carbon dioxide. ഇതൊക്കെയും ശ്വാസിച്ച് ഉള്ളിൽ വലിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ശ്വാസിച്ച് പുറത്തു വിടുന്നത് പ്രാണവായു എന്നുള്ള ഓക്സിജൻ. ആമേൻ.
ആ പ്രാണവായു അങ്ങനെ നിനക്ക് നൽകുവാൻ ദൈവം മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട ഉടൻ തന്നെ മരവും സസ്യവും പ്ലാന്റും ഇലയും സൂര്യനും അവൻ നിർമ്മിച്ചു. നിന്റെ പ്രാണൻ നിലനിൽക്കുവാൻ നീ ഓക്സിജൻ അകത്തു വലിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. നീ പുറത്തുവിടുന്നത് മരവും സസ്യവും വലിച്ചെടുക്കുന്നു, അത് ഓക്സിജൻ പുറത്തുവിടുന്നു. ഇത് ഒരു മന്ത്രജാലമാണ്. ഇതിന്റെ ഉടമസ്ഥൻ യേശുവാണ്. അതിനായി നീ സ്തുതിക്കണം, അതിനായി നീ ദൈവത്തെ സ്തുതിക്കണം. മൂന്നാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവനും. അപ്പോസ്തലർ 17:25. ജീവൻ എവിടെ നിലനിൽക്കും? രക്തത്തിൽ. ലേവ്യ പുസ്തകം 17:11 നമ്മെ പഠിപ്പിക്കുന്നു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലിരിക്കുന്നു. വെട്ടിയിടുന്ന ഭക്ഷണവും പാനീയവും, ചോറും പറാട്ടയും ചിക്കനും മട്ടനും 2 മണിക്കൂറിനകം നേരെ പോകുന്നത് വയറ്. അതിനെ നമ്പ് തുമ്പായി മുറിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു മെഷീൻ ഇതിൻ്റെ അകത്തുണ്ട്. ആ മുറിക്കപ്പെടുന്ന ആഹാരം, ഭക്ഷണവും പാനീയവും വെള്ളവും ജ്യൂസും 2 മണിക്കൂറകം നിനക്ക് ജീവൻ നൽകുന്ന രക്തമായി ഹാർട്ടിൽ പമ്പ് ചെയ്യപ്പെടുന്നു. മറക്കരുതേ, മറക്കരുതേ, മറക്കരുതേ. അതാണ് പൗലോസ് പ്രസംഗിക്കുന്ന ഈ ജീവൻ, പ്രാണൻ, എല്ലാവർക്കും എല്ലാം നൽകുന്ന ഈ ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥലമാണ് ആലയം. അതാണ് ആലയത്തിലെ പുഷ്ടി. എല്ലാവർക്കും എല്ലാം, എല്ലാം ദൈവം തരുന്ന എല്ലാം, ആയുസ്, ആരോഗ്യം, വസ്ത്രം, കൂടി എന്നുള്ള വീട്, ജോലി എന്നുള്ള ഒരു നിയമനം, കുടുംബം, തലമുറ, എല്ലാത്തിനു മേലായി സെൻസ്, സെൻസ്, ബുദ്ധി, ബുദ്ധി, തിരിച്ചറിവ്, സുബോധം. എല്ലാം കിട്ടിയിട്ട് സുബോധം കിട്ടിയില്ല എങ്കിലോ നിനക്കൊരു സുബോധം വേണം. പാമ്പിന് പാമ്പ് എന്ന് പറയണം, ദൈവമെന്ന് പറയരുത്. മനുഷ്യന് മനുഷ്യനെന്ന് പറയണം, ദൈവമെന്ന് പറയരുത്. കല്ലിന് കല്ല് എന്ന് പറയണം, ദൈവമെന്ന് പറയരുത്. സുബോധം തരുന്നത് ദൈവം. ഒരു 30 ആണ്ടുകൾക്ക് മുമ്പ് ശങ്കരൻകോവിൽ മരുന്നിന് വിശ്വാസികളില്ലെന്ന് ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ ഒരു വചനം പൗലോസ് മാർസ് ഹില്ലിൽ ഉച്ചരിച്ച 17:29 അപ്പോസ്തലർ, ഇത് ദൈവമല്ല കല്ല്. വചനം അവിടെ ഉണ്ട്. ഇത് ദൈവമല്ല കല്ല്, ഇത് ഒരാളെ ചെന്ന് തുളച്ച്. അവൾ വന്നു ഇരുന്ന് ആശീർവാദം കഴിഞ്ഞ് എൻ്റെ കൈക്ക് കയറി പിടിച്ച്. വലിയ വയറ്, വലിയ മനുഷ്യൻ. കാര്യം അറിയട്ടെ, കല്ല് എന്ന് കൊച്ചാക്കി കളഞ്ഞല്ലോ, കല്ലെന്ന് കൊച്ചാക്കി കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഇതാണ്, നിന്റെ ദൈവം കല്ല്, എൻ്റെ ദൈവം ചൊല്ല്. അപ്പോൾ ഞാൻ ചോദിച്ച്, അടുത്ത് ക്ഷേത്രമുണ്ടോ? അടുത്ത് കോയിൽ ഇരിക്കുന്നതാ? ആ അടുത്ത് തന്നെ കോയിലുണ്ട്. അവിടെ പൂജാരി ഉണ്ടോ? പൂജാരി പോയിട്ടില്ല, പൂജാരി അവിടെ ഉണ്ട്. അപ്പം നമുക്ക് പൂജാരിയോട് ചോദിക്കാം. ഞാൻ പറഞ്ഞാൽ മതം, നിങ്ങളുടെ പൂജാരിയോട് ചോദിക്കാം. അപ്പോൾ അർച്ചകരോട് കേട്ടാച്ച്, അർച്ചകരെ അർച്ചകരെ, இந்த ஆலயத்தின் உள்ளால் இருப்பது பொன்னா வெள்ளியா செம்பா? அர்ச்சகர் மறுபடி தந்தார், ஐயோ அது കല്ല്. മനസ്സിലായോ? പൂജാരിയോട് ചോദിച്ചു. പൂജാരിയോട് നമുക്ക് ചോദിക്കാം, ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ളത് വച്ചിരിക്കുന്ന നിങ്ങൾ കുമ്പിടുന്ന ഈ വിഗ്രഹം പൊന്നാണോ
വെള്ളിയാണോ തീർക്കും മുമ്പ് പൂജാരി മറുപടി നൽകി, അയ്യ അത് കല്ല്. അപ്പൊ സുന്ദർ സിംഗ് പറഞ്ഞതല്ല, നിന്റെ പൂജാരി പറയുന്നതാണ് അത് കല്ല് മാത്രം. ആ തിരിച്ചറിവ് നിനക്ക് വേണം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ പൂവിൽ എത്ര പേർ വിട്ടുപോ, ഇന്നലെ പൂവിൽ പാർത്തിരോ എത്ര പേർ വിട്ടുപോ, എന്നാലും ഒരു നാൾ കൂടെ സ്തുതിപ്പാ. കൈകൾ ഉയർത്തി, എന്നാലോ നാം ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. ആലയത്തിലെ പുഷ്ടി കൊണ്ട് നിന്നെ തൃപ്തരാക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ജാതിയായി, എൻ്റെ അവകാശിയായി, എൻ്റെ അടുത്തിരിക്കുന്ന സ്വന്തം മക്കളായി ഞാൻ തിരഞ്ഞെടുത്ത്. ആലയത്തിലെ പുഷ്ടി സ്തുതി. 2 ആലയത്തിലെ പുഷ്ടി നെഹെമ്യ പ്രവചനം 8-ാം വചനം. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു. ആമേൻ. തെളിവായി വായിച്ചു കേൾപ്പിച്ചു. തെളിവായി വായിച്ചത് കേൾപ്പിച്ചത് ഗ്രഹിപ്പിച്ചു. ഗ്രഹിപ്പിച്ചത് വന്നിരുന്ന ആളുകൾക്ക് പുരോഹിതൻ അർത്ഥം പറഞ്ഞു കൊടുത്ത്. അതാണ് ആലയത്തിലെ പുഷ്ടി. നറുക്കെടുപ്പ്. വാഗമൺ വഴി 3 ട്രിപ്പ് ഒരു നാൾ. പായാസമേള, ഓണക്കച്ചവടം, ധാന്യലേലം, ദീപാലങ്കാരം, വെടിക്കെട്ട്, ഗ്രൂപ്പിസമൊക്കെ മാറി ഇപ്പൊ ഗുണ്ടായിസം. എന്റെ ദൈവത്തിന്റെ പ്രാർത്ഥന പുറകിൽ നടക്കുന്ന ഉടായ്പ് വേലകൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ഇവിടെ മുഴങ്ങി കേൾക്കുന്നത് ഇതും ഒന്നുമല്ല. ദൈവജനമേ സ്തുതി. ദൈവവചനത്തിന്റെ വ്യാഖ്യാനം മുഴങ്ങി കേൾക്കണം. എന്താണ് വചനം? ദാവീദിന്റെ സന്നദ്ധിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം, അതാണ് ന്യായപ്രമാണം, അതാണ് വചനം. അവസാനം ആലയത്തിലെ പുഷ്ടി. നീ അവിടെ എത്തിച്ചേരുമ്പോൾ നീ ആർ എന്ന് തെളിയും. ദൈവാത്മാവ് നിനക്ക് തെളിച്ചത് നീ ആർ, നീ ആർ. 2 ദശലോകം 2-ാം 10-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ 2 ദശലോകം 2:10 രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു. സത്യത്തെ സ്നേഹിച്ചു, സത്യവചനത്തെ സ്നേഹിച്ച് ഞാൻ കൈക്കൊള്ളുന്നവൻ എന്നുള്ള തെളിഞ്ഞ ബുദ്ധി ആലയത്തില് നിനക്ക് ലഭിക്കണം. ആമേൻ. 2ാമത് നീ ആർ? നീ ദൈവത്തിന്റെ വിശ്വസ്തൻ. നീ ആർ? യോഹന്നാൻ 8:31 നീ ദൈവത്തിന്റെ വിശ്വാസി അല്ല, നീ ക്രിസ്തുവിന്റെ ശിഷ്യൻ. ആമേൻ, ആമേൻ. മൊത്തത്തിൽ ചുരുക്കത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നു 2 കൊരിന്ത്യർ 12:2 ഞാൻ ക്രിസ്തുവിൽ ഒരുവൻ. ആ പുഷ്ടി ആലയത്തിൽ നിനക്ക് തന്ന് നിന്നെ തൃപ്തനാക്കുവാൻ അവൻ നിന്നെ
തിരഞ്ഞെടുത്ത് തന്നോട് അടുപ്പിച്ചു. അങ്ങനെ ആ ദൈവത്തെ സ്വന്തമാക്കിയ ജനം ഭാഗ്യമുള്ളത്. നമുക്ക് എഴുന്നേൽക്കാം. കേട്ടത് മറക്കരുത്. മറക്കരുത് സഹോദരങ്ങളെ, ഇത് മറക്കരുത്. ഉള്ളിൽ നട്ടുവയ്ക്കുക, ഉള്ളിൽ നട്ടുവയ്ക്കുക. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോടെ 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 പോരാ പോരാ പോരാ. ബലമായി ബലമായി ആലയത്തിലെ പുഷ്ടി സ്തുതിയാണ്, സ്തുതിയാണ്. ശക്തിയോടെ ശക്തിയോടെ റബ ജനശാലദൻ ധനദബ. കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ. എല്ലാ ആളുകളിലും എല്ലാ ആളുകളിലും എല്ലാ ആളുകളിലും എല്ലാ ആളുകളിലും എല്ലാ വ്യക്തികളിലും എല്ലാ വ്യക്തികളിലും അടങ്ങി നിൽക്കരുതേ. കേട്ടത് ഒന്നും മറക്കരുത്. നീ കേട്ടത് ഒന്നും മറക്കരുത്. ഇത് കേൾപ്പിച്ചത് നിന്റെ അയൽക്കാരന് അല്ല, നിനക്കാണ്. ഫോർ യു, ഫോർ യു, ഫോർ യു. നിന്റെ അയൽവാസിക്കല്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കുള്ളതാണ് ഈ സത്യ വചനം. നിങ്ങൾക്കുള്ളതാണ്. ഫോർ യു, നിങ്ങൾക്കുള്ളതാണ്. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു. ശക്തിയോടെ അടച്ചു നിൽക്കരുത്. എപ്പോഴും പറയത്തില്ല, കൈയടിക്കണം, വാ തുറക്കണം. നമുക്ക് സുബോധമുണ്ട്, നമുക്ക് ഉള്ളിൽ ജീവനുണ്ട്. ആരാധിക്കുക ദൈവജനം, ആരാധിക്കുക ആരാധിക്കുക. ആലയത്തിലെ പുഷ്ടി നിന്റെ ഉള്ളിൽ നിറയുന്നു, ഉള്ളിൽ നിറയുന്നു, ഉള്ളിൽ നിറയുന്നു. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. അപ്പാ അപ്പാ അപ്പാ, അവൻ മാത്രം ദൈവമാകുന്നു, നീ മാത്രം ദൈവമാകുന്നു. യേശുവേ, അങ്ങ് മാത്രം ദൈവമാകുന്നു. യേശുവേ, അങ്ങ് മാത്രം ദൈവമാകുന്നു. നിലവിളിച്ചാട്ടെ, 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 നിലവിളിച്ചാട്ടെ. അടങ്ങി നിൽക്കരുത്. ജഡം ചാകണം, ഇരുമനസ് ചാകണം, ഞാനെന്നുള്ള അഹങ്കാരം ചാകണം, അക്രമം ചാകണം, അന്യായം ചാകണം, മസിൽ പിടിത്തം ചാകണം, അങ്ങുമിങ്ങുമുള്ള ഡിസ്ട്രാക്ഷൻ ചാകണം. ആമേ. കണ്ണുകൾ അടച്ച് ഹൃദയം തുറക്കുക, കൈകളെ ഉയർത്തി സറണ്ടർ ആകുക. അഭിഷേക മഴ, അഭിഷേക മഴ, അഭിഷേക മഴ, അഭിഷേക മഴ, അഭിഷേക മഴ. വാ തുറക്കുക, രാജാവിനെ സ്തുതിക്കുക. വാ തുറക്കുക, രാജാതി രാജാവിനെ സ്തുതിക്കുക. നന്ദി 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 നന്ദി. ആനന്ദ നദി ഒഴുകുന്നു, ഒഴുകുന്നു, ഒഴുകുന്നു. മനസ്സമാധാനം നഷ്ടപ്പെട്ട ഉള്ളുകളിൽ ദിവ്യ സമാധാനം ഒഴുകുന്നു, ഒഴുകുന്നു. ഇരു മനസ്സുമായെത്തിയവരിൽ ഏക മനസ്സ് കർത്താവ് സ്ഥാപിക്കുന്നു. ആമേൻ. അന്യായ കാര്യങ്ങളോട് ആഗ്രഹമുള്ള ആളുകളുടെ ഉള്ളങ്ങളെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. നീതിയുടെ മാർഗം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു തീർമാനം ഉള്ളിൽ കർത്താവ് വയ്ക്കുന്നു. ആമേൻ. ഉള്ളിൽ സ്ഥാപിച്ച അനേക ദേവന്മാർ,
സാത്താനിയ ദേവന്മാർ ഉള്ളിൽ നിന്ന് ഓടി ഒളിക്കുന്നിടാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. Your heart is cleansed. Your heart is cleansed. Your heart is cleansed. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു, ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു, ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു, ഉള്ളുകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. യേശു എന്ന് നിലവിളിച്ചാട്ടെ, യേശു എന്ന് നിലവിളിച്ചാട്ടെ, കർത്താവിന് നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു, ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു. സ്വർഗമേ, ഞാൻ അങ്ങയുടെ വേലക്കാരൻ. കൊണ്ടുവന്ന മുള ഇവർ മടക്കി കൊണ്ട് പോകരുത്, കൊണ്ടുവന്ന കട്ടി ഇവർ മടക്കി കൊണ്ട് പോകരുത്, കൊണ്ടുവന്ന കിഡ്നിയിലെ കേടുപാട് ഇവർ മടക്കി കൊണ്ട് പോകരുത്, കൊണ്ടുവന്ന ക്യാൻസർ ഇവർ മടക്കി കൊണ്ട് പോകരുത്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സകല രോഗത്തിൽ നിന്നും ഇപ്പോൾ മോചനം, മോചനം, മോചനം. അനേകരുടെ മുമ്പിൽ ചെയ്തു പോയി അക്രമം പാപമും മുമ്പിൽ വന്ന് നിൽക്കുന്നു. യേശുവിന്റെ കാൽ പിടിക്കുക, യേശുവിന്റെ പാദം പിടിക്കുക, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇനി ഞാൻ ആവർത്തിക്കുകയില്ല. ചെയ്തത് മോചിക്കണമേ, ചെയ്തത് മോചിക്കണമേ. മോചിക്കുന്ന തമ്പുരാൻ നിന്റെ മുമ്പിലുണ്ട്, നിന്റെ മുമ്പിലുണ്ട്. അഗ്നി, 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 അഗ്നി. മോചിക്കുന്നവൻ. അതാണ് ഭാഗ്യം, അതാണ് ഭാഗ്യം, അതാണ് ഭാഗ്യം. ഒരാളുടെ ജീവിതത്തിൽ ചെയ്ത അക്രമം യേശു മോചിച്ച് ക്ലീൻ ചിട്ട് നൽകുന്നതാണ് ഭാഗ്യം, ഭാഗ്യം, ഭാഗ്യം. ചില തടസ്സങ്ങൾ മാറുന്നു. ഗവൺമെന്റിൽ പ്രവേശിക്കുവാൻ, ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുവാൻ, നല്ല ഒരു ബിസിനസ് തുടങ്ങുവാൻ, നല്ല ഒരു സ്ഥാപനം തുടങ്ങുവാൻ, സ്ഥാപനം ഉയർച്ച പ്രാപിപ്പാൻ, കുടുംബ ജീവിതത്തിൽ അടി തടി കലാട്ട ക്രിമിനൽ കേസുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. യേശുവിൻ നാമത്തിൽ വിട്ടുപോ. എന്നും ആസ്പത്രി, എന്നും ചികിത്സ, എന്നും ഇഞ്ചക്ഷൻ, എന്നും മരുന്ന്, എന്നും ഡോക്ടർ. ദാരിദ്ര്യം, ദാരിദ്ര്യം, കടംഭാരം, നിലവിളി. കർത്താവേ, പുതുജീവിതം നൽകണമേ, പുതുജീവിതം നൽകണമേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. മക്കളില്ലാതെ നിലവിളിക്കുന്ന മക്കളോട് ദൈവം മനസ്സലിയണം. അങ്ങയുടെ ജീവൻ ഗർഭത്തിൽ ഇറങ്ങട്ടെ, ഗർഭത്തിൽ വ്യാപരിക്കട്ടെ, ഗർഭത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ. അഗ്നി, 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 അഗ്നി. നീ കൊണ്ടുവന്ന വിഷയം എന്തെന്ന് നിന്റെ രണ്ട് കരമം ഉയർത്തി ദൈവം മുമ്പായി സമർപ്പിക്കുക. അതിന് ഒരു വിടുതൽ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അതിനൊരു വിഷയം ഇപ്പോൾ മറുപടി ഉണ്ട്, 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 ഉണ്ട്. നന്ദി, 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 നന്ദി. കൈകൾ തട്ടി ശക്തിയോടെ, 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 ശക്തിയോടെ. ഒരു വിഷയം കൂടെ നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഈ ആഴ്ചയിൽ തന്നെ നാം തീരുമാനിച്ചതിന് പ്രകാരം ഫീൽ ആദിവാസികൾക്ക് വലങ്കൈ ഇടങ്കൈ അറിയാതെ രാജസ്ഥാൻ മധ്യപ്രദേശത്തിലെ 2 ആലയങ്ങൾ നമ്മുടെ മിനിസ്ട്രി മുഖാന്തരം സ്ഥാപിക്കപ്പെട്ട് ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ആമേൻ. അതിൻ്റെ ഉദ്ഘാടന ഡേറ്റും തീരുമാനിച്ചു കഴിഞ്ഞ് നാം ഇന്ന് അടുത്ത് നിൽക്കുന്ന ആണോടും പുരുഷനോടും സ്ത്രീയോടും കൈക്ക് പിടിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ പോകുന്നു. ദൈവദാസൻ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും പ്രതികൂല സാഹചര്യം പതിഞ്ഞിരിപ്പുണ്ടെങ്കിൽ കർത്താവ് നാളേക്കല്ല ഇപ്പോൾ മുന ഓടിക്കണം. ആമേൻ, 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 ആമേൻ. ഇത് 23ഉം 24ഉം ദേവാലയങ്ങളാണ്. പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് യേശുവേ സംരക്ഷണ വലയം
അവിടെ കെട്ടിത്തീർക്കുന്നതിനായി നന്ദി, 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 നന്ദി പറയുക, നന്ദി പറയുക, നന്ദി പറയുക, നന്ദി പറയുക. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു. ഓ മാറ്റലി ഞാൻ കേട്ടിടുന്നു എങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു. മാറ്റലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പോ അന്തിനാരംഭോ. ക്ഷാമം ഭൂകമ്പോ അന്തിനാരംഭോ. വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.